ഹലോ, ഞാൻ ഇന്നൊരു ഹാഫ് kg സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പും കൂടി ഒന്ന് അരിച്ച് മാറ്റി വെക്കാവേ. അതിനുശേഷം ഒരു ഡ്രൈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എഗ്ഗിൻ്റെ ഒരു ഡബിൾ സൈസ് ആകുമ്പോഴത്തേക്കിന് അര കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി നല്ല ഇതേ വൈറ്റ് ഫോമിലേക്ക് ആകുമ്പോഴത്തേന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. പിന്നീട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് പതുക്കെ നമ്മൾ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കണേ. ഇത്തിരി സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത്. ഇതുപോലെ കുത്തി ഇളക്കരുത്, പതുക്കെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരു 6 ഇഞ്ച് പാനിലാണ് ഞാൻ സാധാരണ ഹാഫ് kg കേക്ക് ബേക്ക് ചെയ്യാറ്. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ തന്നെ എൻ്റെ പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ഇഞ്ച് പാനിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് നമ്മൾ അതിലേക്ക് കേക്ക് വെച്ച് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ അത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിനി ഫ്രോസ്റ്റിംഗ് വീഡിയോ കാണാവേ. ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്രീം എടുത്ത് അതിലേക്ക് സ്ട്രോബെറി ക്രഷ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷുഗർ സിറപ്പിനും ഈ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്ട്രോബെറി ക്രഷ് കൂടെ ഒഴിച്ച് ആ ഷുഗർ സിറപ്പ് വെച്ച് നമ്മൾ ഫസ്റ്റ് ലെയർ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തു. പിന്നീട് ഞാൻ സ്ട്രോബെറി ക്രഷ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ക്രീം ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷും കൂടെ ഞാൻ ആഡ് ചെയ്യും. അതിന് ശേഷം നമ്മൾ വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവേ. അതുപോലെ തന്നെ ബാക്കി ലേയേഴ്സും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അത് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാൻ വെച്ചു. അതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യത്തുള്ളേ. ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. എന്നോട് സ്ഥിരം കേക്ക് വാങ്ങിക്കുന്നവർ തന്നെയാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് ചേച്ചി ഹാർട്ട് ഷേപ്പിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തീമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനൊരു ഡിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒന്നാമത് ടെൻഷൻ എന്ത് ഡിസൈൻ ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ചു ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് തീമിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ റെഡ് കളറാണ് ഞാൻ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ റെഡ് കളർ വെച്ച് ഒരു ചെറിയൊരു ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപയോഗിച്ച് ഞാൻ നല്ലൊരു ബോർഡർ കൊടുത്തതിന് ശേഷം ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തൊരു റെഡ് റോസ് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ റെഡ് റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നീട് പേരൊക്കെ എഴുതി കേക്കിൻ്റെ പണിയെല്ലാം ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫുൾ വീഡിയോ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.